പേരുണ്ട്. വടക്കുംനാഥന്റെ സന്നിധിയിൽ ഒരു സ്പെഷ്യൽ ടീമുണ്ട്. ആ സ്പെഷ്യൽ ടീം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കലോത്സവത്തിന്റെ തുടക്കം മുതൽ ആദ്യത്തെ റിസൾട്ട് വന്നത് മുതൽ കണ്ണൂർ തലപ്പത്ത് കയറിയതാണ്. ഇതുവരെ ഇറങ്ങാൻ കൂട്ടാക്കിയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോൾ 8 ഐറ്റം കൂടി ബാക്കിയുണ്ട്. കപ്പും കൊണ്ടേ പോകൂ എന്നുള്ള ദൃഢനിശ്ചയത്തിൽ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അതാ കണ്ണൂർ ടീമാണ്. അപ്പൊ കണ്ണൂർ ടീം അംഗങ്ങളാണ് ഇവിടെ ഉള്ളത്. വടക്കുംനാഥന്റെ സന്നിധിയിലുണ്ട്. അതെ, കണ്ണൂർ ഇങ്ങനെ തുടക്കം മുതൽ അങ്ങോട്ട് കേറിയതാ. ഞങ്ങൾ ഇങ്ങനെ ഓരോ നിമിഷം പ്രതീക്ഷിച്ച് ഇടയ്ക്കൊന്ന് താഴെ ഇറങ്ങുന്നു ഇല്ല. അപ്പൊ വലിയ സന്തോഷത്തിലായിരിക്കുന്നു. അതെ അതെ, നല്ല സന്തോഷമുണ്ട്. അപ്പൊ എന്താ പ്രതീക്ഷ? ഇന്നിപ്പോ കുറച്ച് മത്സരം കൂടെ ഉണ്ട്. എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? എങ്ങാനും എന്തെങ്കിലും പറ്റുമോ? ഇല്ല, നമുക്ക് നല്ല 100%. കഴിഞ്ഞ വർഷം കൈവിട്ടത് ഈ വർഷം നേടിയെടുക്കും. ഈ വർഷം ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷേ ഈ വർഷം നേരിയ പോയിന്റിന് കൈവിട്ടതാണ് ഈ വർഷം നേടിയെടുക്കും. അല്ല, ഇത്തവണ അപ്പൊ കൽപ്പിച്ചു കൂട്ടി തന്നെ വന്നതാ. അതെ, ഒരുങ്ങി വന്നത്. കൊല്ലത്തുനിന്ന് ഞങ്ങൾ വാങ്ങി, തിരുവനന്തപുരത്ത് കൈവിട്ടു പോയി. ചെറിയ വ്യത്യാസം. ഈ പ്രാവശ്യം ഞങ്ങൾ അത് അല്ല 8 ഐറ്റം ബാക്കിയുണ്ട്. ആ 8 ഐറ്റത്തിന്റെ റിസൾട്ട് നിർണായകമാണ്. 8 ഐറ്റം ഞങ്ങൾ എ ഗ്രേഡുകൾ. ഞങ്ങൾ കണ്ണൂരിൽ പോരാട്ട വീര്യമുള്ള മണ്ണിൽ വരുന്നതാണ്. 8 ഐറ്റത്തിലും പങ്കെടുക്കുന്നുണ്ടോ ഇനി സ്കൂളിൽ? വിട്ടുകൊടുക്കില്ല. അതായത് 2 വട്ടം കപ്പിനും ചുണ്ടിനും ഇടയ്ക്കാണ് പോയേക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ചെറിയ വ്യത്യാസത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പൊ ഇത്തവണ നിരാശ ഉണ്ടാവില്ല. അതൊക്കെ പരിഹരിച്ചാണ് വന്നിട്ടുള്ളത്. ഈ വടക്കുംനാഥന്റെ സന്നിധിയിൽ നാണയിടുന്നു. കപ്പ് ഞങ്ങൾ കൊണ്ടുപോകും. അതാണ്. കുട്ടികളൊന്നും കാണാനില്ലല്ലോ. മത്സരം മത്സരിക്കാൻ പോയി. അപ്പൊ എത്ര ദിവസമായിട്ട് ഇവിടെ ഉണ്ട്? ഞങ്ങളിപ്പോ ചൊവ്വാഴ്ച ഇവിടെ ലാൻഡ് ചെയ്തതാണ്. അപ്പൊ കൽപ്പിച്ചു കൂട്ടി ചൊവ്വാഴ്ചക്ക് പോകുന്നു. ഇനിയിപ്പോ ഇത് കപ്പുമായിട്ടാ പോകാ. 117.5 കിലോ കൊണ്ടുപോകാനുള്ള പരിപാടി. വീടും വിദ്യാലയവും എല്ലാം വിട്ടാണ് ഞങ്ങൾ വന്നത്. ഇത് വാങ്ങിയേ പോകും. സകലത് ഉപേക്ഷിച്ച് വന്നിരിക്കുക തൃശ്ശൂരേക്ക്. കപ്പില്ലാതെ മടങ്ങില്ല. അവിടെ 2 കുട്ടികളുണ്ട്. അവരോട് ഹലോ 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 ഹലോ. അപ്പൊ ഇതാ ടീച്ചേഴ്സ് കൽപ്പിച്ചു വന്നിരിക്കുക. അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും കപ്പല്ലാതെ നമ്മൾ ഇത്തവണ മടങ്ങില്ല എന്നല്ലേ? കപ്പ് എന്തായാലും നമ്മൾ തന്നെ കൊണ്ടുപോകും. അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് വന്നത്. അപ്പൊ നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂരിലേക്ക് കപ്പ് കൊണ്ടുവരാൻ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് വരുന്നത്. സ്കൂൾ ഏതാണ്? സെന്റ് ട്രീസസ്. ഏത് ഐറ്റത്തിലാണ് പങ്കെടുത്തിരുന്നത്? പഴയ നൃത്തം. ഇയാള് കഥകളി. ഞാൻ ഗ്രൂപ്പ് ഡാൻസും ഗ്രൂപ്പ് സോങ്ങും ഭരതനാട്യം. എല്ലാ എ ഗ്രേഡും ഉണ്ട്. ഓ പിന്നെന്താ പോരെ. അപ്പൊ കുട്ടികൾ അധ്യാപകർ മാത്രമല്ല, കുട്ടികൾ 2 കൽപ്പിച്ച് തന്നെയാ വന്നത്. എല്ലാ എ ഗ്രേഡൊക്കെ പ്രാക്ടീസിംഗ് ഒക്കെ നേരത്തെ തുടങ്ങുമല്ലോ. 1 വർഷം മുമ്പേ തുടങ്ങും. ഞങ്ങൾ 1 വർഷം മുമ്പേ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ റെഡി ആകും. ഫസ്റ്റ് വീക്ക് തന്നെ എല്ലാം സ്റ്റാർട്ട്. സെലക്ഷൻ കഴിയും. ടീച്ചർ എന്റെ 25ാമത്തെ വർഷമാണ്. 25 വർഷം ഈ കലോത്സവം ഇനി സജീവമായിരുന്ന ആൾ കൂടിയാണ്. അപ്പൊ ഒരു ഗുഡ് ക്ലാപ്പ് അല്ലേ? അപ്പൊ ശരി കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷം ഒരുപാട് കണ്ടത്. അപ്പൊ നമുക്ക് കലോത്സവം ഇത് അവിടെ വെച്ച് കാണാം. സമാപന സമ്മേളനത്തിൽ കപ്പ് ഉയർത്തുന്നത് നമുക്ക് കാണണം. വൈകുന്നേരം കാണാം. നമ്മള് കാണും. കപ്പ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ വരും. കൺഗ്രാറ്റുലേഷൻസ് ഇൻ അഡ്വാൻസ്. അതെ, ഉറപ്പിച്ചതാണല്ലോ. ശരി. അപ്പൊ ആ ശബദം അങ്ങോട്ട് പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് കപ്പില്ലാതെ പോവില്ല എന്ന് ഉറപ്പിച്ച് വന്ന കണ്ണൂർ ടീം അംഗങ്ങളെയാണ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ചെയ്തു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ മിക്കവാറും കപ്പ് കൊണ്ട് തന്നെ പോകും. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് 8 ഐറ്റം ഉണ്ട്. ആ 8 ഐറ്റത്തിലും കണ്ണൂർ തന്നെ മത്സരിക്കും. കൊണ്ടുപോകും. ഇത്തവണ ഞങ്ങൾ കൈവിടില്ല. കഴിഞ്ഞ കുറിയൊക്കെ വളരെ നിർഭാഗ്യം കൊണ്ടാണ് 2 തവണയും പോയത്. കാര്യം ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരു തവണ കണ്ണൂർ കപ്പ് ഉയർത്തിയെന്ന് വിചാരിച്ചെങ്കിലും കിട്ടിയില്ല. പക്ഷെ ഇത്തവണ ആ നിർഭാഗ്യം ഉണ്ടാവില്ല എന്ന് പറയും. ഇത്തവണ വിടില്ല. എല്ലാ അർത്ഥത്തിലുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പും നടത്തി വന്ന കണ്ണൂർ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോരാടി നേടിയത് തന്നെയാണ്. തീർച്ചയായിട്ടും കനത്ത പോരാട്ടമായിരുന്നു. അതിനോട് പിന്നെ 8 പോയിന്റിന്റെ വ്യത്യാസവും ഉണ്ട്. 2ഉം 3ഉം സ്ഥാനത്തുള്ളവർക്ക് ഇങ്ങോട്ട് കയറി വരാൻ പാടാണ്. കാരണം കണ്ണൂരുകാർക്ക് ഇനി ബാക്കിയുള്ള 8 ഐറ്റത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നിർത്താനുള്ള സമയമായിട്ടുണ്ട്. യെസ്, വടക്കുംനാഥന്റെ സന്നിധിയിൽ നിന്ന് കലോത്സവ നഗരിയിൽ നിന്നുള്ള വിശേഷങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ മോർണിംഗ് ഷോ ആയി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ പരിസമാപ്തിയും കൂടിയാണ് ഇന്ന് നമ്മളെ രാവിലത്തെ ഈ വടക്കുംനാഥന്റെ സന്നിധിയിൽ നിന്നുള്ള അവസാനത്തെ കലോത്സവ മോർണിംഗ് ഷോ ആണ്.